അളിയാ, നീ വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി സെറ്റാക്കി തരാൻ പറ്റുമോ? ഞാൻ വിചാരിച്ചാൽ നടക്കും, പക്ഷെ വിചാരിക്കില്ല. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് കേട്ടോ. എടാ ഞാനൊരു പാവല്ലടാ. നിനക്ക് പ്രൈവറ്റ് കമ്പനീസിനോടൊക്കെ പുച്ഛല്ലേ? അവിടെ മൊത്തം മുതലാളിമാരുടെ കുത്തിക്കാണെന്നൊക്കെ അല്ലേ നീ പറഞ്ഞിരുന്നത്? എടാ അത് പിന്നെ ചെറുപ്പത്തിൻ്റെ ഓരോ കുത്തിക്കഴപ്പിൽ പറഞ്ഞതല്ലേ. 7 വർഷമായില്ലേ PSC കോച്ചിങ് അത് ഇത് പറഞ്ഞിട്ട് നടക്കണു. ആഴ്ചയിൽ ഒരു മന്തി കഴിക്കാൻ പോലും പൈസ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്തെങ്കിലും ഒന്ന് റെഡിയാക്കി താ. നീ സാലറി എന്താ പ്രതീക്ഷിക്കണേ? എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ നിനക്ക് അറിയണതല്ലേ. മാസത്തിലൊരു 50,000 കിട്ടിയാൽ മതി, നോ പ്രോബ്ലം. വെറുതെ അല്ലടാ നിനക്ക് ജോലി കിട്ടാത്തത്. എടാ അങ്ങനെ പറയല്ലേ. സൺഡേ വർക്ക് ചെയ്യണമെങ്കിൽ സൺഡേ വർക്ക് ചെയ്യാം. ഇനി രാത്രി 9 മണി വരെ 10 മണി വരെ വർക്ക് ചെയ്യണോ അതും ചെയ്യാം. എനിക്കൊരു പ്രശ്നമല്ല. എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. മാസത്തിൽ തുടക്കത്തിൽ ഒരു 10 രൂപ കിട്ടും, പിന്നൊക്കെ നിന്റെ കഴിവ് പോലെ. അവിടെ 10 അതൊന്നും കുഴപ്പമില്ല, നീ ശരിയാക്കി താ. അതെ, ഇവിടുത്തെ സിസ്റ്റം ഞാനായിട്ട് ചേരുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു യൂണിയൻ കൊടുത്തിട്ടില്ലെങ്കിലേ ഇവന്മാരൊക്കെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരും. അത് നമുക്ക് പറ്റില്ല. എന്താ പ്രശ്നം? നാളൊരു ലീവ് ചോദിച്ചപ്പോഴേ തരാൻ പറ്റില്ല എന്ന്. ആഴ്ചയിൽ ലീവ് എടുക്കുക ഇതിൻ്റെ തറവാട് വകയൊന്നും അല്ലാന്ന്. മനുഷ്യരുടെ റിലാക്സേഷൻ വേണ്ടേ? നീ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്തോ? ആ എടുത്തു. മനുഷ്യനെ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ രാത്രി 10 മണിക്കാണ് വീട്ടിലെത്തണത്. എന്നിട്ട് കിട്ടണതോ 10,000 രൂപ. ഒരു ദിവസം കണക്കാക്കിയ 333 രൂപയാണ്. അപ്പുറത്ത് ജോയേട്ടൻ്റെ കടയിൽ നിൽക്കുന്ന ചെക്കന് കൊടുക്കണ്ടല്ലോ 500 രൂപ. മനുഷ്യൻ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വേണ്ടേ? എന്നാൽ നീ ആ കടയിൽ പോയിരുന്നോ? എൻ്റെ ക്വാളിഫിക്കേഷൻ നീ പറ്റില്ലാച്ച നിർത്തിക്കോ. എനിക്കൊരു നിർബന്ധമില്ല നീ ജോലിക്ക് പോകണമെന്ന് കേട്ടോ. നിർത്താനോ? അങ്ങനെ നിർത്തൊന്നുമില്ല. അവിടെ നിന്നിട്ട് പൊരുതും ഞാൻ.